ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ബി എം ഡബ്ല്യൂൻ്റെ വണ്ടി എടുത്ത് നമ്മൾ ഇവിടുന്ന് വിളിക്കാൻ പോവുകയാണ്. നമുക്ക് ആ ബി എം ഡബ്ല്യൂൻ്റെ ആളെ വിളിക്കണം. ആ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ആളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ പറയാം. അപ്പം നമുക്ക് ബി.എം.ഡബ്ല്യൂ പെട്ടെന്ന് എത്തിക്കണം. ബി.എം.ഡബ്ല്യൂ വേഗം വാടാ മോനെ ബി.എം.ഡബ്ല്യൂ. അങ്ങനെ ബി.എം.ഡബ്ല്യൂ അവിടെ നിന്ന് നമ്മുടെ ആകാശത്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കതിൽ കയറി നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്തോട്ട് പോകണം. നമുക്കിനി എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് പെണ്ണുപിള്ള വിരോധത്തിനൊക്കെ അതിലോട്ട് മടി നിൽക്കണേ കേട്ടോ. പെണ്ണുപിള്ള അപ്പം തന്നെ കൊന്നായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ പെരയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ പഴയ പെര, പിന്നെ നമ്മുടെ പുതിയ പെര നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ആർക്കും മറന്നു വന്നാണ്. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ പോയി വീഡിയോ കണ്ടിട്ട് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോയുമായി തരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വെച്ചാൽ മതി. വേറെന്തും നിങ്ങൾ ചെയ്യണം. പിന്നെ ലൈക്ക് കിട്ടോ മറക്കണ്ട. നമ്മുടെ ബി.എം.ഡബ്ല്യൂ നമുക്ക് കാണിച്ചു തരാൻ മറന്നു ബസ്. നിങ്ങളിതാ കണ്ടോളൂ. ബി.എം.ഡബ്ല്യൂ സെറ്റ് കാറാണ്. നിങ്ങളിനി എന്തും വിചാരിക്കേണ്ട. പിന്നെ ഒരു ജമ്പിങ് ഉണ്ട്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഞാൻ കാണിച്ചു തരാം ബസ്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊണ്ട് കാറിന് പൊങ്ങിപ്പോ അടിപൊളിയുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്ക് അപ്പോൾ പുതിയ പെരയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പുതിയ പെര എത്താനായിട്ടുണ്ട്. നമ്മളെ പെരൻ്റെ അവിടെ നിന്ന് നമ്മളെ പെരൻ്റെ കുറച്ച് അവിടെ നിന്ന് പോകാനേ ഉള്ളൂ കേട്ടോ. കുറച്ച് പിന്നെ നമുക്കൊരു പണിസ്ഥലമുണ്ട്. ആ പണിസ്ഥലം ഇതാണ് നമ്മുടെ പെര. കണ്ടോളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പണിസ്ഥലം കാണിച്ചു തന്നിട്ട് പിന്നെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലും എല്ലായിടത്തും കയറി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുതിയ പെര. പിന്നെ നമ്മളെ പെരയിൽ അങ്ങനെ കയറിയുണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. കുറേ ജോലിക്കാരൊക്കെ ഉണ്ടാവും. നമുക്കതും പോയേക്കണം. സാരിയില്ല കേട്ടോ. പോലീസ് വരുന്നതിന് മുന്നേ നമുക്ക് എസ്കേപ്പ് ആവാം. അയ്യോ, എൻ്റെ പുതിയ കാറിൻ്റെ ഡോറെല്ലാം പോയി. സങ്കടപ്പെടുന്നില്ല ഞാൻ. നമ്മുടെ വർക്ക്ഷോപ്പാണ്. ചിലർക്കറിയാം ചിലർക്കറിയില്ല എന്നാണ് എനിക്ക് ഡൗട്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പ് കേട്ടോ. നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്കിൻ്റെ ഷോറൂമാണിത്. വർക്ക്ഷോപ്പുണ്ട്. ഇവിടെ നമ്മുടെ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം നമ്മുടെ വണ്ടിയൊക്കെ വരും. അതിൻ്റെ പുതിയ വീഡിയോ ഉണ്ടെങ്കിൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോണിൽ ഇപ്പോൾ പൈസ ഇല്ല. പൈസ കയറ്റിയിട്ട് ശേഷമാണ് പുതിയ വീഡിയോ. അയ്യോ, ചത്ത് നമുക്ക് വേഗം നീക്കടാ പൊട്ടാ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ നമുക്ക് വരണം. അപ്പോൾ ഇതിൻ്റെ പുതിയ പാർട്ട് നമുക്ക് ഇത് 1ാം പാർട്ടാണ്. 2ാം പാർട്ട് നമുക്ക് പുതിയത് വരും. പുതിയ കാറുകളാണ്. സെറ്റ് കാറ്. നമുക്ക് പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കണം. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ് നമ്മൾ ടൈം പോയി തുടങ്ങി. ഇതാണ് നമ്മുടെ ഇത്. എനിക്ക് മറ്റേ പെരയൊക്കെ കാണിച്ചു തരാനുള്ളത് കൊണ്ട് ഇതാണ് നമ്മുടെ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ്. നമുക്കിനി പെട്ടെന്ന് അങ്ങോട്ട് പോകണം. നമുക്ക് ഡേഞ്ചറുള്ളൊരു കാര്യമല്ല, അർജൻറ്റുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് നമുക്ക് പുതിയ വീട് കാണാൻ പോകണം. അപ്പോൾ നമുക്ക് പുതിയ തന്നെ കയറിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ പുതിയ വീട്ടിലോട്ട് ആക്സിഡൻറ്റ് ചവിട്ടിപ്പിടി. ആക്സിഡൻറ്റ് കംപ്ലൈൻ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പണിസ്ഥലം. ഇതാണ് ഇവിടെ മണലും സിമെൻ്റൊക്കെ കൊടുന്നിട്ടുണ്ട്. ഇവിടുന്ന് കടയിൽ കുറച്ചും കൂടി പണികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കൊടുന്നിട്ടതാണ് നമ്മൾ. ഇനി നമുക്ക് ഒരു മിനിറ്റ് മാറിയോ എന്നിട്ട് നല്ല മാറിയിട്ടൊന്നുമില്ല. പുതിയ പേരിട്ടാണ് നമ്മുടെ പുതിയ പേര് മാറിയില്ല. അയ്യോ, നമ്മുടെ പുതിയ അയ്യോ ചത്ത്. നമുക്കൊരു പുതിയ വണ്ടി
ഞാൻ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചിട്ട് ഗൈസ്. നിങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുകയല്ലേ, നമുക്ക് നിങ്ങൾക്കൊരു പുതിയ മാജിക് കാണിച്ചാൽ അതിനെ സന്തോഷിപ്പിക്കണ്ടേ. ഇനിതാ ഈ ബൈക്ക് മുകളിൽ നമ്മുടെ ഈ ബൈക്കുമ്പോൾ പ്രാതത്തെ വരുത്താനാണ് നമ്മുടെ പ്ലാൻ. കണ്ടോ ഗൈസ്, കണ്ടോ? നമ്മളിപ്പോൾ ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം ആ വണ്ടിയെ നമ്മൾ മറിച്ചിടണം. കണ്ടോ കേട്ടോ, ആ ബൈക്കിനെ നമ്മൾ നിലത്തേക്ക് തള്ളിയിടണം. കണ്ടോ, ഇതുപോലെ തള്ളിയിട്ടതിന് ശേഷം കണ്ടോ ഇതുപോലെ മുന്നിൽ. ഇപ്പോൾ ബൈക്ക് നോക്കിക്കേ, നമ്മൾ പോകുന്നതിനനുസരിച്ചൊക്കെ അവിടെ നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മാജിക് ചെയ്യാൻ പറ്റും. പുതിയ മാജിക്കാണ്, അത് ബൈക്കായതുകൊണ്ട് തോന്നുന്നു. നമ്മൾ കാർ നമ്പർ അടിച്ചിടാം. ഇതെങ്കിലും ഒന്ന് 12 ഡോറും കൂടെ ഒപ്പം തന്നെയാണ്. അതല്ലേ ഇതൊക്കെ എന്തില്ലേ കണ്ടോ. എന്നിട്ട് ഈ കാർ നമ്മൾ തള്ളിയിടണം. കണ്ടു അതുപോലെ ജമ്പിങ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എത്താതെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കിടക്കല്ലേ. അയ്യോ മുഞ്ചി, എല്ലാം മുഞ്ചി. അയ്യോ ഇപ്പം നമ്മൾ ഈ വണ്ടി വണ്ടിയാണ് എടുക്കാൻ പോകുന്നത്, ആ വണ്ടിയുടെ ടയർ നോക്കി. ഈ വണ്ടിയുടെ ടയർ എന്തായാലും ഇവിടെ നമ്മൾ കാണും. നിങ്ങൾ എന്തായാലും കണ്ടോളൂ, കാണിച്ചത്. പക്ഷെ എന്താ വാലിവിടെ അടിക്കണോ തുറക്കണോ എന്താ. ഞാൻ മുന്നിലോട്ട് വണ്ടി എടുക്കുമ്പോൾ നോക്കിക്കേ. പക്ഷേടാ ഈ മരിക്കും പാല് പോയല്ലോ. എടാ നമുക്ക് BMW 2 ആക്കിയിട്ടെടുക്കേണ്ടി വരും. കണ്ടോ, ഇത് വല്ല ഡേഞ്ചറായി പോയെന്ന് തോന്നുന്നു. ചാടിയിട്ടുണ്ട്. ഇതെങ്കിൽ പടച്ച് തമ്പുരാനെ പാളാതെ നിന്നാൽ മതിയായിരുന്നു ദൈവമേ. ഇനി നമുക്ക് ബാങ്ക് എടുത്തതിന് ശേഷം അത് പാളാതെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പം ഏത് ഡോറിലാണ് നമ്മൾ കയറിയിരിക്കണമെന്ന് നോക്കിക്കേ. നമ്മൾ കയറിയിട്ടുള്ളത് മുകളിലാണ്. മുകളിൽ നോക്കിക്കേ. ഞാൻ ഈ കാറ് പോകുമ്പോൾ കാണിച്ചുതരാം, മാച്ച് കാണിച്ചുതരാം. കണ്ടോ, ഞാൻ ഈ സംഭവം നോക്കിയപ്പോൾ ആ കാറ് അവിടെ നിന്ന് അല്ല. ഇനി നമ്മൾ റിവേഴ്സ് എടുക്കുന്നതിനനുസരിച്ച് ആ കാർ പോകാൻ നോക്കിക്കേ. നമ്മൾ മുന്നിലോട്ട് എടുക്കുമ്പോൾ ആ കാർ നോക്കി നമ്മുടെ തിരികെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നിർത്തുമ്പോൾ ആ കാറ് ഉണ്ട് കേട്ടോ, അത് അങ്ങോട്ട് പോകുന്നു. നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ കാർ അങ്ങോട്ട് പോകാൻ നോക്കി. ഇതിനാണ് പറയുക ഭൂതവണ്ടി. ഇതുപോലെ കാര്യം ചിലവർ ഷിൻചാൻ്റെ ഗെയിമുകളൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാവില്ല. അതിന് ഇതുപോലെ ചിലപ്പോൾ ഉടായ്പ കാര്യങ്ങളായിരിക്കും ഗൈസ്. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ തിരിഞ്ഞ് വരും. അപ്പോൾ നമുക്കിനിപ്പോൾ ഇതിനായിട്ട് എല്ലാം നമ്മുടെ പുതിയ പെരയിലോട്ട് പോകാം. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പുതിയ പെരയിലോട്ട് പോകാം. വച്ച് തെറ്റിന്ന് എപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, വച്ച് തെറ്റി. എന്തായാലും നമുക്ക് പുതിയ പെരയിലോട്ട് എന്തായാലും കടത്തി പോകണം. നേരങ്ങൾ എത്രയോ മുന്നേറി പോയിട്ടുണ്ട്. പെട്ടെന്ന് എത്താനാണ് എൻ്റെ പ്ലാന്. പക്ഷെ പെട്ടെന്ന് എത്താൻ കഴിഞ്ഞില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാം. അയ്യോ ഇവിടെയും പാടില്ല, വജ്ജ് പാളി ഗൈസ്. അഞ്ചനായിട്ട് എല്ലാ വഴിയും പറഞ്ഞു തന്നത്, പക്ഷെ എല്ലാം പാളിപ്പോയി. നമുക്ക് നമ്മുടെ റൂട്ട് എടുത്ത് പോകേണ്ടി വരും. നമുക്ക് നേരത്തെ പോയാൽ അത് എൻ്റെ റൂട്ട് പാടി പോയാൽ മുഞ്ചും. ചെക്ക വണ്ടിയിലൊക്കെ മാറി കേട്ടോ. അപ്പം മറക്കണ്ട, ഇപ്പോഴും നിങ്ങൾ എന്നെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കറുപ്പുള്ളത് വെള്ള കളറാക്കി തരുമോ പ്ലീസ്. എടാ നമ്മളിപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ആ പെര മറന്നുപോയി. പക്ഷെ ചിലർ അവിടെ നിന്ന് കമൻറ്റ് ഇടുന്നു പറഞ്ഞു അവിടെയാണ് പെരാന്ന് അറിയുന്നവർ അവിടെ കമൻറ്റ് ഇട്ടേക്കുക. നമുക്ക് ഈ കാർ ഇവിടെ ഒന്നും വേണ്ട. ഈ കാറൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് മാറാം. കാർ ഇവിടെ നിന്നാൽ മതി. നമ്മളെ വരി വരുമ്പോൾ ഈ കാറൊന്നും വേണം. വലക്കമ്മളെ പോകുന്നതാക്കി. ചിലർക്ക് വേണമെങ്കിൽ നമ്മളെ കാണുമ്പോൾ തുറക്കും. എടാ മോനെ ഗേറ്റ് പെട്ടെന്ന് തുറക്കടാ. തുറ ഗേറ്റ് തുറടാ. ഓക്കെ, നമ്മൾ ഗേറ്റ് തുറന്ന് തന്നിട്ടുണ്ട് പാവം കുട്ടി. ഇതാ
ഇതാണ് നമ്മുടെ അവിടുത്തെ നല്ല പുല്ല് നെല്ലുകൾ പിന്നെ സ്വിമ്മിങ് പൂളുകൾ നല്ല അടിപൊളി. പിന്നെ നമ്മുടെ കാർ പൗച്ച്, പിന്നെ നമ്മുടെ കാർ പൗച്ച് നിങ്ങൾ കയറും കേട്ടോ. കണ്ടോ ഇതാണ് കാർ പൗച്ച്. ഈ കാർ പൗച്ചിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുവഴി ഇങ്ങനെ പോന്നിട്ട് ഇതുപോയി ഇങ്ങനെ പോന്നിട്ട് പിന്നെ നമ്മുടെ ഇവിടെ സാധാരണ മറ്റേ വീട്ടിൽ തന്നെ പോലെ ദുരിതമയോ പണി കഴിഞ്ഞാൽ നമ്മൾ താമസമില്ല എന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിൽ താമസിക്കുന്നു മാത്രം. പക്ഷേ നമ്മൾ ചിലതെടുക്കുമ്പോൾ ഇതിൽ താമസിക്കും, അങ്ങനെയാണ്. പിന്നെ നമ്മുടെ അതിലുള്ളതുപോലെ ജിമ്മിൻ്റെതൊക്കെ മുകളിലാണ്. കുറച്ചും കൂടി സെറ്റിങ്സ് മുകളിൽ ഉണ്ടാക്കാനാണ് പ്ലാനിങ്. പക്ഷെ നമ്മൾ കട്ടിലതൊക്കെ എന്താണ് കണ്ടു. പിന്നെ നമുക്ക് ഇതേപോലെ വേറെ പിന്നെ നമുക്കൊക്കെ കയറാനൊക്കെ സിമ്പിൾ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടിയിട്ട് അയ്യോ നമ്മുടെ സെറ്റ് നമുക്കിവിടെ നിന്ന് അടിയിൽ ചാടാം. ഇച്ചങ്ങൻ്റെ തല എപ്പോഴും അങ്ങനെ തന്നെ ചാടാൻ അപ്പം ആവതില്ലാത്തൊരു മനുഷ്യൻ. പൊട്ടനാണല്ലോ അതൊക്കെ. പക്ഷെ നിങ്ങൾ പറയും ഇജനൊരു പൊട്ടനാണെന്ന് കരുതുന്നുണ്ടാവില്ലേ, നീയത് കളിക്കുന്നുണ്ട്. നമുക്കിനി നേരെ മുകളിൽ പോയിട്ട് നമ്മുടെ വേറെ സെറ്റിങ്സ് നിങ്ങൾ കാണിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ അപ്പോൾ മുകളിൽ കയറി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ കട്ടുമ്പോൾ കയറിയിട്ട് ഒറ്റ ചട്ടം അപ്പോൾ മുകളിൽ കയറും. ഓക്കെ, കയറുന്നവർക്ക് കേട്ടോ. അങ്ങനെ ഞാൻ കാണിച്ചു വന്നെന്നുള്ളൂ, അങ്ങനെ കയറിയാൽ മതിയെന്ന്. പിന്നെ നമ്മുടെ ഞങ്ങൾ പൊട്ടാ. ഓക്കെ, ഇനി നമുക്ക് ടി വികൾ ഇവിടെയാണ്. ടി വി നമുക്ക് വൈഫില്ല ഗോയ്സ്, വെറുതെയാണ് 2 തനിക്കണിയൊക്കെ. പിന്നെ ഇവിടെയുണ്ട് ടി വി, അത് നമ്മുടെ കമ്പ്യൂട്ടർ ആണ് ഗോയ്സ്. എനിക്ക് വൈഫില്ല, ഒരു സങ്കടവുമില്ല. നമുക്ക് ടി വിയിലാണ് നമുക്ക് ടി വി ഓൺ ചെയ്യാം ഗോയ്സ്. ടി വി ഓൺ ആയി എന്നാണ് പറയുന്നത്. ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. അല്ലാതെ ഈ സ്പെല്ലിങ് പഠിച്ചു വെച്ചോളൂ, എല്ലാം നോട്ട് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. അല്ല സ്പെല്ലിങ് ഒന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ടി വി ഓൺ അടിച്ചിട്ട് നമുക്ക് ഇത് പാളിപ്പോയി എന്നാണ് തോന്നുന്നത്. അതൊക്കെ ഫേക്ക്. ചിലർക്ക് ചിലർക്ക് നന്നാവും, ചിലർക്ക് നന്നാവില്ല. എനിക്കിപ്പോൾ നന്നായിട്ടുമില്ല, സങ്കടം. ഇനിയിപ്പോൾ നമുക്ക് ഫാൻ ഓണാക്കണം. ഫാൻ ഓണാക്കണതിന് വേണം നമുക്കിപ്പോൾ എന്തും വേണം. വൈഫ് ഇല്ലാത്ത ഒറ്റ കാണും. ഇപ്പം ഞാൻ അറിഞ്ഞു അല്ലാണ്ട് തനിക്കണി കണ്ടപ്പോൾ വൈഫിൻ്റെ ഓർമ്മയേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് ചാടിച്ചാവാം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇത്ര കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട. അയ്യോ ഞാൻ ചത്ത് ഗൈസ്. എന്നായിക്കോട്ടെ, എല്ലാവരോടും ബൈ.